എൻ്റെ പേര് ജോസഫ് ജെറോൺ. വയസ്സ് 58. ഞാൻ 15 വയസ്സിൽ പോകാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും ആദ്യം ഇവിടെ കടപ്പുറത്ത് ഇവിടെ കമ്പാവല വിടുന്ന മേവള്ളം എന്നും പറഞ്ഞൊരു വള്ളം, കമ്പാവല വിട്ട് കഴിഞ്ഞിട്ട് കമ്പാവലയുടെ പുറവ് പോകുന്നൊരു വള്ളമുണ്ട്. ആ വള്ളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കടലിൽ പോകുന്നത്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാറയില്ല, അല്ലാതെ തന്നെ കരയാണ്. കരയെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കരയുണ്ട്. നമുക്ക് ഇപ്പം ഈ കിടക്കുന്നതിനേക്കാളും ഇത്രയും ഇതിൻ്റെ പകുതിയും കൂടെ കരയുണ്ടായിരുന്നു. അന്ന് ഈ കടൽ കയറിയൊക്കെ ഈ ഖനനം വന്നതിന് ശേഷം കടൽ കയറിയൊക്കെയാണ് പോയേക്കുന്നത്. പിന്നെ നമ്മൾ കൊച്ചു വള്ളത്തിൽ പോകാൻ തുടങ്ങി, പിന്നെ വലിയ വള്ളത്തിൽ പോകാൻ തുടങ്ങി, പിന്നെ ബോട്ടിൽ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഒരേ ഘട്ടം ഇങ്ങനെ ആണ് നമ്മൾ. ഇപ്പം നമ്മൾ ആദ്യമേ പോകുന്ന ഡെക്കാൻഡാട്ടാണ് പോകുന്നത്, ബോട്ടിൽ തന്നെ. ഡെക്കാൻഡാട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ ആദ്യമേ അവർ ബോട്ടിൽ ചെന്ന ഉടനെ നമ്മളെ കൊണ്ട് സ്റ്റൗ കത്തിക്കത്തേ ഉള്ളവർ. സ്റ്റൗ കത്തിക്കും, കഞ്ഞി വയ്ക്കാൻ. ഞാൻ പോകുന്ന സമയത്ത് ഈ നമ്മൾ പമ്പ് ചെയ്തടിക്കുന്ന സ്റ്റൗ ഉണ്ട്, ഡീസൽ ഒഴിച്ച് കത്തിക്കുന്ന സ്റ്റൗ ഉണ്ട്. അതിനകത്താണ് അതാണ് നമ്മളെ കൊണ്ട് ആദ്യമേ ചെയ്യിക്കുന്നത്. അന്ന് പിന്നെ ഈ വലപ്പണി എന്നും പറഞ്ഞ ഒരു പണിയുണ്ട്. വലപ്പണി അറിയാൻ വയ്യാത്തവരെ കൊണ്ടുപോകത്തില്ല അന്ന്. അത് ഈ നമ്മുടെ വലയ്ക്ക് കംപ്ലൈൻറ്റ് വന്നാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവരന്ന് കൊണ്ടുപോകത്തില്ല. അന്നെന്ന് പറഞ്ഞാൽ ജനമുണ്ട് ബോട്ടിൽ പോകാനായിട്ട് ഇഷ്ടം പോലെ. ഇന്ന് നമ്മുടെ ഈ തലമുറകൾ ആരും ഇപ്പം ഇല്ലല്ലോ. അത് കണക്ക് തന്നെ അന്ന് നമ്മൾ ഈ ഇവിടെ കമ്പാവല വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ച മീൻ കിട്ടും. രാവിലെ തന്നെ വല വിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും മീൻ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കൊണ്ടുപോയി വെട്ടി കറിയൊക്കെ വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം അന്നത്തെ കാലത്ത്. ഇപ്പം ഈ ഖനനം വന്നതിന് ശേഷം ഈ കരയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കണക്ക് തന്നെ കടൽ എന്ന് പറയുന്നത് ഇപ്പം ഈ ആദ്യമത്തെ വലയെന്നൊക്കെ പറയുന്ന നൂല് വലയായിരുന്നു, കോട്ടൺ നൂലിൻ്റെ പണ്ട്. ഇപ്പോഴാണ് ഈ ടെർലിൻ വലയൊക്കെ വന്ന് തുടങ്ങിയത്. ഇപ്പം ടെർലിൻ വല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല ഒരേന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരികയാണ്. ഇപ്പം ഇവിടെ ഈ കടലിലെന്ന് പറഞ്ഞാൽ ഗുജറാത്തി വലയെന്നും പറഞ്ഞൊരു വല ഇറങ്ങിയിട്ടുണ്ട്. അത് അവർ ഈ നൈറ്റ് ഫിഷിംഗ് ആണ് ചെയ്യുന്നത്. അവർ ഈ നൈറ്റ് ഫിഷിംഗ് ചെയ്യുന്നത് കൊണ്ട് ഈ മറ്റുള്ള മത്സ്യങ്ങളൊന്നും കടലിൽ തങ്ങുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കപ്പക്കാർ പടിഞ്ഞാറൻ കടലിൽ ഈ നമ്മുടെ ഈ കടലിലെന്ന് പറയുന്നത് ഈ എല്ലാ 365 ദിവസവും പണിയാണ്. ഒരു ദിവസം പോലും കടലിന് ഒരു റെസ്റ്റ് ഇല്ല ഈ കേരളക്കടലിൽ. അതാണ് ഈ 2 മാസം പൂട്ടിയിടുമ്പോഴും പിന്നെ ഉൾക്കടലിൽ കപ്പൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആ പ്രകൃതിയുടെ മാറ്റം തന്നെ ഒരുപാട് വന്നു. പ്രകൃതി മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് ഈ കടലിങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ കാല് വെക്കുമ്പോഴത്തേന് കൊഞ്ച് നമ്മുടെ കാലിൻ്റെ ആ സൈഡ് നിറച്ച് കൊഞ്ചായിരിക്കും, പൊടിക്കൊഞ്ച്. അതാണൊക്കെ തന്നെ കായൽ മഴയുണ്ടെങ്കിൽ കായലിൽ ഉൽപ്പാദിച്ചിട്ട് മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇറങ്ങുന്ന സമയത്തായിരിക്കും ഈ കൊഞ്ചെല്ലാം ഇറങ്ങി വന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പം അങ്ങനെയുള്ള മഴയും ഇല്ല. പ്രകൃതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോഴത്തേന് കടലിൻ്റേതായിട്ടുള്ളൊരു നാശം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കേരളക്കടലിലേ ഉള്ളൂ ഇപ്പം ഇത്രയും അതപ്പതിച്ച് കിടക്കുന്നത്. കിഴക്കൻ കടലിലൊക്കെ ശരിക്കും മീൻ കയറുന്നുണ്ട്. പൊടിക്കൊഞ്ചെന്ന് പറയാൻ നമ്മുടെ ഈ കൊഞ്ചെന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പാദിച്ചിട്ട് മണ്ണിൻ്റെ പുറത്ത് ഉൽപ്പാദിച്ചിട്ട് പടിഞ്ഞാട്ട് മാറിയാണ് അത് വളർന്ന് കിട്ടുന്നത് നമുക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ കായലിൽ തന്നെ ഉൽപ്പാദിക്കുന്ന ഈ കൊഞ്ചുണ്ട്. അതും പടിഞ്ഞാട്ട് ഈ വെള്ളത്തിന് ഇറങ്ങി വരും, ഇറക്കവെള്ളം വലിക്കുമ്പോൾ ഇറങ്ങി വരും. അത് അങ്ങനെയൊക്കെയാണ് പണി കിട്ടിക്കൊണ്ടിരുന്നത്. കായലെന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഈ കമ്പോല അല്ലെങ്കിൽ ഈ കടപ്പുറത്ത് പോയിക്കൊണ്ട് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ വരുമ്പോഴും പണ്ട് കായലിൽ പോയാണ് കുളിക്കുന്നത്. അന്ന് ഈ വലിയ കൂടുതൽ കിണറൊന്നും എല്ലാ വീട്ടിലും ഇല്ല. ഒരു 10-15 വീട് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു കിണറേ ഉള്ളൂ. എല്ലാവരും അവിടെ പോയി ആവശ്യത്തിന്, അതായത് നമ്മുടെ വീട്ടിലെ പലഹാരം വയ്ക്കാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിലെ ഉപയോഗത്തിന് മാത്രം ആ കിണറ്റിൽ പോയി വെള്ളം കോരും. മറ്റേ നമ്മൾ കുളിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ കായലിൽ പോയി കുളിക്കുകയാണ് എല്ലാവരും. ഇന്നാണെങ്കിൽ ആ കായൽ അങ്ങ് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു വള്ളം അങ്ങോട്ട് ഊന്നിപ്പോകാൻ പോലും പറ്റത്തില്ല. ഈ പായൽ വന്നു കഴിഞ്ഞാലേ, പായൽ വന്നു കഴിഞ്ഞപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ അടുത്ത് പായൽ വന്നു കഴിഞ്ഞാൽ അവരവിടെ കയറ് കെട്ടി നിർത്തിയിട്ട് അവർ ഒന്നിച്ച് അഴിച്ചു വിടും. അവരുടെ പണി അവിടെ ഈ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത, ചങ്ങാടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത ദിവസം ഉണ്ടല്ലോ, ഞായറാഴ്ച അവധിയില്ലേ, ആ സമയത്ത് അവർ തുറന്നു വിടും. അപ്പോൾ ഈ കായൽ മൊത്തം മാലിന്യമാണ്. കായലിലെ മാലിന്യം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ആയാലും കോഴിയുടെ ആയാലും പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു മാലിന്യം തന്നെ എല്ലായിടത്തും. ഇപ്പം കടലിൽ ചെന്നാലും ഞങ്ങളിപ്പോൾ വലിക്കുമ്പം മറ്റേത് ഈ കടലിൽ നമ്മൾ വലിച്ചാൽ എന്തെല്ലാം സൈസ് മീൻ കയറുമെന്നറിയാം. ഇപ്പം നമുക്ക് കറി വയ്ക്കാൻ പോലും ഒരു നല്ലൊരു മീൻ കിട്ടത്തില്ല. പണ്ട് മദനക്കോര എന്ന് പറയുന്ന കോര കിട്ടുമായിരുന്നു, പയന്ത് കിട്ടുമായിരുന്നു, വലിയ ആവോലി കിട്ടുമായിരുന്നു.
അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ തേടും നാരനുമായിട്ടൊക്കെ കയറുമായിരുന്നു. ഇപ്പം ആ മീനൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ആയിരം വലിയ ഞങ്ങൾ പറയാം പാഞ്ഞിടിയൻ എന്ന് പറയും. അതൊന്നും ഇപ്പം നമ്മുടെ ഈ കടലിലൊന്നും ഇല്ല. ആ സാധനമേ ഇല്ല ഈ കടലിലൊന്നും. പക്ഷേ ഈ സാധനമൊക്കെ നമ്മൾ യൂട്യൂബിൽ കൂടെ കാണുന്നുണ്ട്, മറ്റുള്ള കടലിലൊക്കെ ശരിക്ക് കയറുന്നത്. അതെന്താ നഷ്ടപ്പെട്ടതെന്ന് പോയത് നമുക്ക് ഈ പിന്നെ ഒരു കാലഘട്ടത്തിൽ ഏത് വർഷത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. അന്ന് നമ്മുടെ ഇവിടെ ബേബി ജോണിന് ബോട്ടൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അന്നൊരു വരൾച്ച വന്നായിരുന്നു. ഒരു 6 മാസം വരെയൊക്കെ ഒരു വകയും ഇല്ലാതെ ബോട്ട് കെട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ പടിഞ്ഞാറ് പുല്ലംപണി എന്നും പറഞ്ഞൊരു പണി വന്നു. അതങ്ങ് ഒരുപാട് പടിഞ്ഞാറാണ്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോഴത്തേന് കുറേ ആൾക്കാരൊക്കെ അന്നേരം പിടിച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുനാമി വന്നു കഴിഞ്ഞപ്പോഴത്തേന്, സുനാമിക്ക് മുമ്പ് ഇച്ചിരി മോശമായിരുന്നു. പിന്നെ സുനാമി വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി പണി നടന്നു. പിന്നെ ഈ ഓക്കി വന്നതിന് ശേഷമാണ് ഈ കടലിൽ ഇത്രയും ഈ അധപ്പതനം ഉണ്ടായത്. ഓക്കി വന്നില്ല, ഇപ്പം ഈ ഓക്കി വന്നതിന് ശേഷമാണ് അധപ്പതനത്തിൻ്റെ ആ ഒരു ആരംഭം. മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ, എത്ര കൂടുതലൊന്നുമില്ലെങ്കിലും മാന്യമായി നമ്മൾക്ക് പോലേക്ക് പോയാൽ 4000-5000 രൂപയൊക്കെ ഒരു 6 ദിവസം വലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ പോയാൽ അങ്ങേയറ്റം പോയാൽ നമ്മളിപ്പോൾ 5 ദിവസം വിളിച്ചുകൊണ്ട് 6ാമത്തെ ദിവസം വരുമ്പോൾ നമുക്ക് ഈ ബാറ്റ എന്നും പറഞ്ഞ് 500 രൂപ ഉണ്ട്. ആ കാശേ കിട്ടുന്നുള്ളൂ. ഇപ്പം ഇവർ ഒരു 3 മാസം കൊണ്ട് ഈ ആ ഒരു ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുക. പിന്നെ ആർക്കെങ്കിലും അപൂർവമായിട്ട് ചിലപ്പോൾ 10-25 രൂപ മിച്ചം കിട്ടും. അതൊക്കെ തന്നെ. അത് ഈ ഗുജറാത്തി വല വന്നതാണ് ഇത്രയും നാശം ഈ കടലിൽ ഉണ്ടായത്. അല്ലെങ്കിൽ ഈ കിഴക്ക് പറ്റംവല വലിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അതൊന്നും ഇപ്പം കിട്ടാൻ സാധ്യതയില്ല. അത് നമ്മുടെ ഈ വാഹനങ്ങൾ തന്നെ കുറേ, അത് തുച്ഛമായ ബോട്ടിനെ ഉള്ളത്. അത് വലയ്ക്കും വില കൂടുതലാണ്. അത് പിന്നെ രാത്രിയിലാണ് അവർ പോകുന്നത്. ഈ സന്ധ്യ പെട്ടെന്ന് വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വിട്ടുപോകും. അത് രാത്രി മൊത്തം വലിക്കും. അതിനകത്തെന്ന് പറയാൻ നമ്മൾ കീഴുമേൽ നിൽക്കുന്ന കംപ്ലീറ്റ് സാധനം അതിനകത്ത് കയറും. ഇന്നതൊന്നുമില്ല. കാരണം നമ്മുടെ കടലിൽ എന്തുണ്ട്, കടൽ അരിച്ചു കൊണ്ടുവരികയാണ് അവർ. ഈ പൊടിച്ചൂടെ ആയാലും കാരലായാലും നന്തലായാലും ഇതെല്ലാം കൊഞ്ചായാലും എല്ലാം അവരുടെ വിലയിൽ കിട്ടും. അങ്ങനെ ഒരു കടലിന് മോശമാണ്. രാത്രിയിൽ അത് കാരണം ഇവിടെ നിന്ന് വള്ളക്കാരിറക്കി പോയാൽ വള്ളക്കാർക്കൊന്നുമില്ല. ഈ പകൽ വലിക്കാൻ പോകുന്ന കൂട്ടുകാർക്കൊന്നുമില്ല. കാരണം ഈ രാത്രിയിലുള്ള വലി കണ്ട് കവര് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മീനും തങ്ങത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പണ്ട് കായലിൽ നമ്മൾ ഈ തപ്പാൻ പോകുമായിരുന്നു പിള്ളേർ. രണ്ട് ഈ കമ്പുമായിട്ടൊക്കെ പോയി തപ്പിക്കൊണ്ട് വരും, അല്ലെങ്കിൽ വിരളി പിടിക്കും. അങ്ങനെയൊക്കെയുള്ള വള്ളത്തിൽ ആയാലും പൂളാനായാലും ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ കണം പൊടി പൊതയും അന്നൊക്കെ നമ്മളിങ്ങനെ വിരളി പിടിച്ചുകൊണ്ട് വരുമ്പോൾ. അന്നത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ണീര് പോലെ വെള്ളം കിടക്കില്ല. നമ്മൾ കുളിക്കുന്ന വെള്ളമില്ല, നമ്മൾ കുടിച്ചിട്ടും ആ വെള്ളം തന്നെ. അപ്പം അന്നത്തെ ആ ഒരു രീതിയിൽ ഇന്നത്തെ ഇപ്പം ഈ ഒരു 10-25 വർഷമായെന്ന് തോന്നുന്നു. 25 വർഷം കൊണ്ടൊന്നും നമ്മൾ ഈ കായലിലോട്ടൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കാതെന്ന് പറഞ്ഞാൽ കായലിൽ ഒരു മീനും പിടിക്കാൻ പോലും പോകത്തില്ല ആരും. ഇവിടെ ഈ ഡ്രഡ്ജിങ് തുടങ്ങിയതിന് ശേഷം പിന്നെ ആരും കായലിലോട്ട് ഉള്ള ഇതൊന്നും ഇല്ല. കണക്കന്നെ കടപ്പുറത്തായാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊമ്പെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ചങ്കുണ്ടായിരുന്നു, നത്തക്ക ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്നുമില്ല, നമുക്ക് കറിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് കൊണ്ട് ചെന്ന് പുഴുങ്ങി അതിൻ്റെ മാംസം എടുത്ത് നമുക്ക് കറിയാക്കാമായിരുന്നു. ഇന്നതൊന്നും ഇതിൽ നമ്മുടെ ഈ മണ്ണിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒഴുക എന്ന് പറയുന്ന സാധനമുണ്ട്, കൊമ്പുണ്ട്, പിന്നെ കല്ലിക്ക എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, കല്ലിക്ക. ഇതെല്ലാം ഉണ്ട്. ഇപ്പം ഇല്ല, ഒന്നുമില്ല. അത് ഇവിടെ ഈ കരയെല്ലാം നഷ്ടപ്പെട്ടപ്പോഴത്തേന് അതിനിരിക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം പോയി. അതിപ്പോൾ നമ്മളിപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ വെള്ളം പോയിട്ട് വരുമ്പോഴത്തേനും അവിടെ നമ്മുടെ കരയിൽ അവിടെ ഒരാളുണ്ട്. ഒരാളല്ല, 2-3 പേരുണ്ട്. അവർ സേമിയായിട്ടൊക്കെ വന്ന് സേമിയായ വത്സനില്ലേ, വത്സനുമായിട്ടൊക്കെ അവരൊക്കെ വരും. വന്ന് നിന്ന് അവരുമായിട്ട് കച്ചവടം. അപ്പം അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വള്ളം അങ്ങോട്ട് പോകുമ്പോഴേ ഇവിടെ ഈ കരയിൽ നിന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു വിളിക്കുന്ന തന്നെ ഒരു രസമാണ്. അതാണ് കാരണം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവർ 3 പങ്കായമാണ്. അന്ന് തണ്ടും പങ്കായമാണ്. അന്ന് അവർ ഈ തണ്ടും പങ്കായവും കറക്കി വരുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ കര നിൽക്കുന്നവർക്ക് ഒരു ആവേശം. കര നിൽക്കുന്നവർക്ക് തന്നെ ഒരു ആവേശം. അതൊക്കെ തണ്ടും പങ്കായമൊക്കെ കറക്കി വരുമ്പോഴത്തേന് അന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയൊരു അങ്ങേയറ്റം വന്ന ഒരു 2-3 മണിക്കൂറേ അവർ കടലിൽ കിടക്കത്തുള്ളൂ. അതിൽ കൂടുതൽ സമയമൊന്നും കടലിലൊന്നും അന്ന് കിടക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടും, കിട്ടാതിരിക്കത്തില്ല. അന്ന് എന്തെങ്കിലുമൊക്കെ മീനുണ്ട്. വെള്ളം അങ്ങോട്ട് പോയി തണ്ട് വലിച്ച് അന്ന് തണ്ടാന്നല്ലോ, മെഷീനൊന്നും ഇല്ല. ഈ കൂടുതലും പിന്നെ ഇപ്പോൾ ബോട്ടിൽ തന്നെ എക്കോ സൗണ്ടർ, GPS, വയർലെസ് ഇതെല്ലാം വന്നു. ഇപ്പം
ബോട്ടുകാർക്ക് തന്നെ ഇപ്പം ഈ ഗുജറാത്തി വല വലിക്കാൻ പോകുന്നവർക്ക് എക്കോ സൗണ്ടറിൽ കൂടെ കാണാം. ഇപ്പം മീൻ പോയാൽ അവർക്ക് എക്കോ സൗണ്ടറിൽ കൂടെ കാണാം. അപ്പോൾ അവർക്ക് ആ മീനുള്ള കടലിൽ ചെല്ലുമ്പോഴത്തേനും അവർക്ക് വല ഇടാം. അത് വല അങ്ങനെ കണ്ടിട്ട് വലിക്കുമ്പോൾ അവർക്കത് മീൻ കിട്ടും. പണ്ടെന്ന് പറയുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് വലിക്കും, അത്രയേ ഉള്ളൂ. ഒരു അടയാളവും ഇല്ല അന്ന്. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കടലിനടിയിലുള്ള ഉടക്ക് വരെ നമുക്കറിയാം. ഇന്നടുത്ത് ഉടക്കുണ്ടെന്നറിയാം. നമ്മൾ GPS നോക്കി GPS-നകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് ഉടക്ക്. അപ്പം ഈ പാറയോ അല്ലെങ്കിൽ മറ്റുള്ള താന്നിരിക്കുന്ന ബോട്ടുകളോ അതൊക്കെ ഉണ്ടെന്നുള്ളത് അതിനകത്തൊക്കെ ചെന്ന് വല വീണ് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഉടക്കി നിൽക്കും, കിട്ടത്തില്ല. ചിലപ്പോൾ ബോർഡും വലയും എല്ലാം കൂടെ അങ്ങ് പോകും. അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനമുണ്ട്. അന്നൊക്കെ ഇതൊന്നും ഇല്ല. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നപ്പോൾ കടലിലും ഇഷ്ടംപോലെ മീനും ഉണ്ടായിരുന്നു, മീനും കിട്ടുമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ല. എന്താ ദൈവത്തിന്റെ ഒരു കളിയായിരിക്കുമല്ല. ഇപ്പൊ നമ്മളെന്താ പറയാനായിട്ട്, ദൈവം ഒരേ സമയത്ത് ഒരൊന്നും വെക്കുന്നതായിരിക്കാം, അല്ല നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ ഈ ഖനനം ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറയാൻ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ പണ്ടൊക്കെ കമ്പാവലയും കൊച്ചുവെള്ളവും എല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നമ്മുടെ ഈ കര വെച്ച് നടത്താനായിട്ടുള്ള ഒരു ഇതില്ലല്ലോ. ഞങ്ങള് ഈ ഫിഷിംഗ് ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ആളാണ് സ്രാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ എഞ്ചിനകത്ത് എന്തെങ്കിലും ഈ കംപ്ലൈന്റ് വരുമ്പോൾ അത് റിപ്പയർ ചെയ്യുന്ന ആളെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. നമ്മുടെ നേരെ മറിച്ച് ബസ്സിലൊക്കെ ഓടിക്കുന്നവരല്ലേ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇത് തിരിച്ച് മറിച്ചാണ്. ഇതിനകത്ത് സ്രാങ്ക് എന്നാണ് പറയുന്നത് ഓടിക്കുന്നവരാ. ബോട്ടിൽ സ്രാങ്ക്. മറ്റേ അതിപ്പം നമ്മളിപ്പം ഈ 7 ദിവസവും വലിക്കുമ്പോൾ 7 ദിവസവും ചിലപ്പോൾ നമ്മൾ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടായി അവർ വലയ്ക്കൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ ഇരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ ശ്രാങ്കന്മാർക്കെന്ന് പറയുന്നത് ഈ ഷെയർ ശാലം കൂടുതലാണ്. ഇപ്പം പിന്നെ 10 ആളൊക്കെ പോകുന്ന ബോട്ടിലൊക്കെ ആകുമ്പോഴത്തേന് 6 ഷെയറൊക്കെ ഉള്ളു. മുമ്പൊക്കെ 10 ഷെയർ കിട്ടുമായിരുന്നു 6 ആളായിട്ടൊക്കെ പോകുമ്പോൾ. ഇപ്പം 10 ആളല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം 6 ഷെയർ 7 ഷെയറൊക്കെ കിട്ടുന്നവരുണ്ട്. ബാക്കി ഓണർക്ക് ഇപ്പം 45% കൊടുക്കുന്ന ഓണർമാരും ഉണ്ട്, 35% കൊടുക്കുന്ന ഓണർമാരും ഉണ്ട്. അത് ഈ നമ്മുടെ ഈ തെക്കുന്ന് വരുന്ന ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വാറ്റ കൂടുതലാണ്. അവർക്ക് ഈ റേഷൻ വാറ്റ എന്ന് പറയുമ്പം അവർക്ക് കൂടുതലാണ്. നമുക്ക് ഇവിടെ തരുന്നതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 5 ദിവസം വലിച്ചുകൊണ്ട് വരുമ്പോൾ 5000 രൂപ ആയിരുന്നുള്ളൂ. അവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അവർക്ക് സാധനം എടുത്തിട്ട് കൊടുക്കുക. അവർ വരുമ്പോൾ ചിലപ്പോൾ 8-9 ദിവസം കഴിഞ്ഞൊക്കെ അവർ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കടൽ നശിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വളം എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നില്ലേ. ഈ വേസ്റ്റ് നമ്മുടെ കടലിൽ തെള്ളിക്കളയുന്ന സാധനമെല്ലാം ഇനി കൊണ്ടുവരിക. മത്സ്യത്തിൻ്റെ നമ്മുടെ എടുക്കാത്ത മത്സ്യങ്ങളില്ലേ, വേസ്റ്റ് വരുന്ന മത്സ്യങ്ങളില്ലേ, അതെല്ലാം ഇപ്പോൾ കൂട്ടിയിട്ട് ഐസിട്ട് കൊണ്ടുവന്ന് കര കൊണ്ടുവന്ന് കൊടുക്കുകയല്ലേ വളം. അതിപ്പോൾ ഒരു കിലോയ്ക്ക് 15 രൂപയൊക്കെ ഉണ്ട്. 15 രൂപയുണ്ട് ഒരു കിലോയ്ക്ക്. അത് ചിലപ്പോൾ 1000 കിലോ കൊണ്ടുവരും, ചിലപ്പോൾ 2000 കിലോ കൊണ്ടുവരും. അങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെ പപ്പാതിയാണ്. ജോലിക്കാർക്ക് പാതി, മുതലാളിക്ക് പാതി. ആ ചെറുത് അത് നമ്മൾ ഈ കറി വെക്കാൻ എടുക്കാത്ത മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മത്സ്യങ്ങൾ. വേറെ ഡക്കാൻഡന്മാരെന്നും പറഞ്ഞു. ഡക്കാൻഡന്മാർ അവർ 8 പേരുണ്ട്. മൊത്തം 10 ആളാണ്. അത് നമ്മുടെ താങ്കുളത്തിലും വള്ളത്തിലാ. അത് അണിയക്കാരനും അമരക്കാരനും ഒക്കെ. ഇപ്പൊ അമരമില്ലല്ലോ. ഇപ്പൊ ഇനി അതിനകത്ത് ഇപ്പൊ ശ്രാങ്ക. ഇപ്പൊ എല്ലാം ഈ സാധാരണ ഈ ഇപ്പൊ ജമാ വെച്ച് കുറഞ്ഞ വള്ളമുള്ളൂ. മറ്റേ ഇപ്പൊ എല്ലാം ലൈലൻഡാ. ഇപ്പൊ എല്ലാ വള്ളത്തിലും ലൈലൻഡായിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ശ്രാങ്ക് എന്നാ വിളിക്കുന്നത്. പിന്നെ അണിയക്കാരനെ എപ്പോഴും അണിയക്കാരാന്നല്ലേ വിളിക്കത്തുള്ളൂ. മറക്കാനാകാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കാറ്റ് പിടിച്ച് ബോട്ട് താന്നു പോകുമെന്നൊക്കെ വരെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും കൂടുതൽ മറക്കാനാകാത്തൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഒരിക്കലും മറക്കത്തില്ല ഞാൻ. ഈ റോപ്പ് ചുറ്റും ഈ പെപ്പലറിനകത്ത് ചുറ്റി കഴിയുമ്പം അത് ഇളക്കിയെടുക്കാൻ വലിയ പാടാണ്. അപ്പം അന്ന് ഞാൻ ഡക്കാനാട്ട് പോകുന്ന കാലമാണ്. ഇന്ന് ശ്രാങ്കല്ല, ഡക്കാനാട്ട് പോകുന്ന കാലം. ഇങ്ങനെ ഇളക്കി ഒരു 2 ചുറ്റ് ഇളക്കിക്കൊണ്ട് വരുന്നതിനകത്ത് വെച്ച് ശ്വാസം മുട്ടിപ്പോയി. പൊങ്ങി വന്ന് തല വന്ന് ബോട്ടിലിടിച്ച് പിന്നെയും താഴോട്ട് തന്നെ പോകേണ്ടി വന്ന്. പിന്നെ വെള്ളം കുടിച്ചാൽ പേടിച്ചും പോയി അന്ന്. പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ ഇതുപോലെ കടലിൽ കുളിച്ചപ്പോഴത്തേന് തിരവലിനെ ഓടിച്ച് മടക്കി ചുരുട്ടി കര കൊണ്ടുവന്നിട്ടുണ്ട്. അതുമൊക്കെ മറക്കാനൊക്കാതെ
പിന്നെ ഒരു പ്രാവശ്യം കായലിൽ കുളിക്കാൻ പോയപ്പോ അന്ന് നീന്തറിയത്തില്ലായിരുന്നു. അന്ന് വെള്ളം കുടിച്ച് അതൊക്കെ നമുക്ക് മറക്കാനൊക്കാത്ത നമ്മുടെ ജീവിതത്തിൽ അതൊന്നും മറക്കത്തില്ല നമുക്ക്. കടലിൽ നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടല്ലേ പോകും. നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തിരിയെല്ലാം കത്തിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരുടെയും ഓരോരുത്തരുടെ ഒരേ വിശ്വാസം രക്ഷിക്കുമെന്നല്ലേ പറയുന്നത്. അപ്പം നമുക്കങ്ങനെ അല്ലാതെ കൂടുതലായിട്ട് ഇതുവരെ ദൈവം അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും തന്നിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ, എനിക്ക് ബോട്ട് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ. പിന്നെ നമുക്ക് ബോട്ട് കൊടുക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ടായി. നമ്മുടെ വീട്ടിലെ ആളിന് സുഖമില്ല വന്നപ്പോൾ നമ്മൾ ബോട്ട് കൊടുക്കേണ്ട രീതി വന്നു. ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കാനെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കഥ പറഞ്ഞു കൊടുത്താൽ അവരൊന്നും വിശ്വസിക്കത്തില്ല. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു കരയില്ലല്ലോ ഇവിടെ ഇപ്പം. അവർ വിശ്വസിക്കത്തില്ല. പണ്ട് നമ്മൾ കടൽ അങ്ങ് വരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവർ പറയുക പണ്ട് കടൽ അങ്ങ് വരെ ഉണ്ടായിരുന്നിട്ട് പിന്നെ ഇപ്പം ഇവിടെ കടൽ അങ്ങനെ വന്നു. എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞിരുന്ന കഥയെന്ന് പറയുന്നത്, അന്ന് കർക്കിടക വാവിനൊക്കെ ഈ വള്ളം പോകും. അന്ന് ഈ വള്ളം തള്ളി അങ്ങ് അക്കരയോട്ട് പോയി കഴിഞ്ഞാൽ ഈ കടലിൻ്റെ ഈ പടുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മീനുമായിട്ടേ അവർ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അന്നൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ വെള്ളാക്കണ്ണി, പരവ, താട, കുറ്റാല്, എല്ലാ സൈസ് മീനും ഉണ്ട്. അന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതിന് ഇപ്പോൾ വള്ളത്തിൻ്റെ അടുത്ത് പോയി മീനും മേടിച്ചിട്ടേ ഞാൻ പിന്നെ സ്കൂളിൽ പോകത്തുള്ളൂ. മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഓടി സ്കൂളിൽ പോകത്തുള്ളായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം കണക്ക് സാറിൻ്റെ നിന്ന് അടിയും കൊണ്ടിട്ടുണ്ട് മുണ്ടിക്ക്. ഉള്ള കാര്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ കടല്, ഈ കരയെന്ന് പറയുന്നത്, ഈ കര നശിച്ചു പോയത് ഈ മണലെടുപ്പിലൂടെയാണ്. ഇവിടെ ഇത്രയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കായിരുന്നു. ഈ കടലിൽ എന്തെങ്കിലുമൊക്കെ ഇത് വരികയും ചെയ്തത്. പിന്നെ ഈ യന്ത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കടലിൽ അത്രയും മാലിന്യങ്ങളും ആയിപ്പോയി. ഈ ഓക്കി വന്നതിന് ശേഷം എവിടെ കൊണ്ടിട്ട് വലിച്ചാലും ഒരു പുള്ളിക്ക് കാണും കവർ, പ്ലാസ്റ്റിക് കവറില്ലേ, മൊത്തം പ്ലാസ്റ്റിക് കവർ. ഈ കവർ കയറി കഴിഞ്ഞാൽ ഈ വല അങ്ങ് പൊങ്ങിക്കൊടുക്കും. അതിനകത്തിൽ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് നമ്മൾ എത്ര വെയിറ്റ് ഇട്ടാലും ആ വല പൊങ്ങിക്കൊടുക്കും. ഇവിടെ വ്യത്യസ്തമായ ആചാരം, ഇപ്പോഴത്തെ ആചാരം. പണ്ടത്തെ ആചാരം എന്ന് പറഞ്ഞാൽ, പണ്ട് ഞങ്ങളിവിടെ ഒരു കല്യാണം വരുമ്പോഴത്തേന് പിന്നെ തെങ്ങിൽ മയക്കി വെച്ച് കെട്ടി പാട്ടിടും, അങ്ങനെയൊക്കെ ഉള്ള ആചാരങ്ങളായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ഇതില്ലല്ലോ. 5000 രൂപയും 5 പവനൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാശൊന്നും വേണ്ട. അന്ന് 50 രൂപയൊക്കെ 160 രൂപ എങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അന്നൊക്കെ. ഞങ്ങളുടെ മൂത്ത പെങ്ങളെ കെട്ടിക്കുമ്പോഴത്തേന് ഏതാണ്ട് 900 രൂപ എങ്ങനെ ഉള്ളൂ ഒരു പവന്. ഇപ്പം യുവാക്കൾ കടലിലോട്ട് വരുന്നില്ലല്ലോ മോനെ. ഇപ്പോഴത്തെ യുവാക്കളെല്ലാം ഇപ്പം ഒന്നിൽ ഇസ്രായേലിൽ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാ യുവാക്കളും. ഇവിടെ ഉള്ള യുവാക്കൾ തന്നെ ഇപ്പോൾ ജോലിയില്ലാതെ ഒത്തിരി എണ്ണം നിൽക്കുന്നുണ്ട്. ഈ ഗൾഫിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ആളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ, പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ മൊത്തം യുവാക്കളാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ആൺപിള്ളേർ തന്നെ കൂടുതലും, ഏറ്റവും കൂടുതലും. അത് തന്നെയല്ല, ഇപ്പം ഈ പണ്ടത്തെ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുക. ഇപ്പം യുവാക്കൾക്ക് പെണ്ണ് കിട്ടാൻ നടക്കുക. 10-40 വയസ്സുള്ള പിള്ളേരെല്ലാം ഇപ്പം നിൽക്കുക. 35-40 വയസ്സ് ഗവൺമെൻറ് ജോലിയുള്ള പിള്ളേരെല്ലാം തന്നെ നിൽപ്പുണ്ട്. പിള്ളേർക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ. വരുന്ന ഇപ്പം ഏതെങ്കിലും ഒരു കല്യാണം ബ്രോക്കർ വഴി വരുമ്പോഴത്തേന് ചെറുക്കന് വയസ്സ് കൂടിപ്പോയി, അതുകൊണ്ട് അവർക്ക് വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ പെൺപിള്ളേരില്ലല്ലോ ഇപ്പം. ഇത് വന്നതിന് ശേഷമാണല്ലോ പെൺപിള്ളേരില്ലാത്ത. ഈ സ്കാനിങ് നോക്കിക്കൊണ്ട് പെണ്ണാന്ന് പറയുമ്പോൾ അവരങ്ങ് അപേക്ഷം ചെയ്ത് കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഒരിടയ്ക്ക്. പിന്നെ ഉണ്ടാകത്തില്ലേ, എല്ലാ രാജ്യത്തും ഉണ്ടാകുമല്ലോ അത്. ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എല്ലായിടത്തും ഉണ്ടായിരിക്കും അതൊക്കെ. ഞങ്ങള് ഈ കടലിൽ പാടുന്ന പാട്ടെന്ന് പറഞ്ഞാല് ഞാൻ ചില സമയം ഞാൻ പോത്തില്ലല്ലോ പാട്ട്, അവര് പാട്ട് പാടും എന്നുള്ളൂ. നമ്മളെ ഈ വീലസിനകത്ത് നിൽക്കത്തല്ലേ ഉള്ളു. അപ്പൊ ഈ മീനൊക്കെ കയറുന്ന സമയത്ത് അമ്പായിട്ട് പിടിക്കും, മരപ്പ പാട്ടുമൊക്കെ പാടി അമ്പായിട്ട് പിടിക്കും. ഞങ്ങള് പാടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേർ പാടുന്ന വളവളപ്പൊരി, ചിങ്കാരപ്പൊരി, ചീനപ്പൊരി, ചിങ്കാരപ്പൊരി എന്നും പറഞ്ഞൊക്കെ പാട്ടും പാടി അങ്ങ് വലിക്കും അവര്. പിന്നെ കണ്ടാത്ത പെണ്ണിന്റെ തോണ്ടുകള്ളി, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ പാടും. പിന്നെ അതിനിടയ്ക്ക് പാലത്തിൽ കയറിയത് എന്നൊക്കെ പറയാറ്. അല്ലാതെ നമ്മളിവിടെ ഇപ്പൊ ഈ കമ്പാല വലിക്കുമ്പോഴത്തേന് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ, കമ്പാല വലിക്കുമ്പോഴത്തേന് അവരിപ്പം അവര് പാടുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ യെല്ലോ എന്നും പറഞ്ഞ യെല്ലോ എലല്ലോ യെല്ലോ എലല്ലോ, വടക്കേ വല തെക്കേ വല എന്നും പറഞ്ഞൊക്കെ അവർ വലിക്കും. അല്ലാതെ ഇവിടെ അങ്ങനെയുള്ള പാട്ട്, ഈ കടലിൽ പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം കടലിൽ